നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കേരളത്തിന് അർഹതപ്പെട്ടത് നൽകാതെ രാഷ്ട്രീയ പക്ഷപാതത്തിന്റെ പേരിൽ മാറ്റിവെച്ച ജനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജു പറഞ്ഞു. കേന്ദ്ര ബജറ്റ് കേരളത്തിനോടുള്ള നീതി നിഷേധ നിലപാടിനെതിരെ വയനാടിനോടുള്ള അവഗണനയ്ക്കെതിരെ സംസ്ഥാനത്ത് ഇടതുമുന്നണി പ്രഖ്യാപിച്ച പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുന്നതിൻ്റെ ഭാഗമായി LDF മണ്ണാർക്കാട് മണ്ഡലം സംഘടിപ്പിച്ച പ്രക്ഷോഭം മണ്ണാർക്കാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റിനുണ്ട്, കേരളത്തിലുണ്ട്, പ്രതിപക്ഷത്തിനുണ്ട്, എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിന്റെ മുമ്പിൽ ആ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കാൻ കഴിയുക എന്നതാണ് ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്നവർ തയ്യാറാകേണ്ടത്. അത് ലംഘിക്കപ്പെടുന്നു എന്നതാണ് ഈ സമരത്തിന് ആധാരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിന് അർഹതപ്പെട്ടത് കിട്ടണം. അർഹതപ്പെട്ടത് എന്നത് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അനർഹമായിട്ടുള്ള ഒന്നും കേരളത്തിന് ആവശ്യമില്ല. കേരളത്തിന് അർഹതപ്പെട്ടത് കിട്ടണ്ടേ? അർഹതപ്പെട്ടത് തരാൻ ബാധ്യതയുള്ളവരാണ് കേന്ദ്ര ഭരണകൂടം. അത് രാഷ്ട്രീയ പക്ഷപാതത്തിന്റെ പേരിൽ മാറ്റിവെച്ചാൽ ജനങ്ങൾ പ്രക്ഷോഭത്തിനിറങ്ങും. ജനങ്ങൾ അത് ചോദ്യം ചെയ്യും. അതാണ് ഈ സമരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്താണ് കേരളത്തിന് അർഹതപ്പെട്ടത്? ആ അർഹതപ്പെട്ടത് ലഭിച്ചേ മതിയാവും. അതാണ് ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. നിരവധി ആവശ്യങ്ങൾ കേരളത്തിന്റെ മുമ്പിലുണ്ട്. കേരളത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട്, കേരളത്തിലെ മനുഷ്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യകാരണങ്ങൾ കേരളം കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ സമർപ്പിച്ചിട്ട് വർഷങ്ങളായി. കേരളത്തിന്റെ വികസനത്തിന് എന്താണ് വിലങ്ങുതടി? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നത് എന്നതാണോ? അതാണെങ്കിൽ അത് പറയണം. അതിനെയാണ് രാഷ്ട്രീയ പക്ഷപാതിത്വം എന്ന് പറയുന്നത്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് മറ്റു പല സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന സമീപനം എന്താ? BJP ഭരിക്കുന്ന, സംഘപരിവാർ ഭരിക്കുന്ന, NDAയിലെ ഘടകകക്ഷികൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി കൊടുക്കുകയാണ്. നമ്മളതിനെതിരല്ല. എല്ലാ സംസ്ഥാനങ്ങളിലും ലഭ്യമാവണം. രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിവേചനവും പാടില്ല എന്നതാണ് LDFന്റെ നിലപാട്. BJP ഭരിക്കുന്ന, BJPയുടെ സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി ബഡ്ജറ്റിലും എല്ലാം നീക്കിവെക്കുകയാണ്. അത് കാണുകയാണ് കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിൽ ഏറ്റവും പ്രധാനമായി ആശാ വർക്കർമാരുടെ സമരം നടക്കുന്നുണ്ട്. ആ സമരത്തിന്റെ അടിസ്ഥാനം എന്താ? ആ സമരത്തിന്റെ പിറകിലുള്ള രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികളാണ് ആശാ വർക്കർമാർ. ആർക്കാണ് അറിയാത്തത്? കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട അലവൻസ്, ശമ്പളം പോലുമല്ല, അലവൻസാണ് അവർക്ക്. ആ അലവൻസ് വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്നത് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ആവശ്യമാണ്. കേരളത്തിലെ ഗവൺമെന്റ് അതിന് തടസ്സമില്ല. കേരളത്തിലെ ഗവൺമെന്റിന്റെ അഭിപ്രായവും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന്. ആരാണ് വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടത്? അവിടെയാണ് തർക്കം. കേരളത്തിലെ ഗവൺമെന്റ് നിയമിച്ച ഒരു ഏജൻസി അല്ല ആശാ വർക്കർമാർ എന്ന് എല്ലാവർക്കും അറിയാം. സമരം ചെയ്യുന്നവർക്കറിയാം, അതിനെ അനുകൂലിക്കുന്നവർക്കറിയാം, പത്രക്കാർക്കറിയാം, മീഡിയക്കറിയാം, എല്ലാവർക്കും അറിയാം. ആരാണ് അവരുടെ അലവൻസ് നിശ്ചയിക്കുന്നത്? ആരാണ് അത് വർദ്ധിപ്പിക്കേണ്ടത്? ആ ചോദ്യത്തിന് ഉത്തരം കേന്ദ്ര ഗവൺമെന്റ് എന്നാണ്. CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. UT രാമകൃഷ്ണൻ, KP മസൂദ്, TR സെബാസ്റ്റ്യൻ, KV അമീർ, സദക്കത്തുള്ള, സ്റ്റാലിൻ, പ്രവീൺ, മുസ്തഫ എന്നിവർ സംസാരിച്ചു. CPI ഏരിയ സെക്രട്ടറി AK അബ്ദുൽ അസീസ് സ്വാഗതവും CPM ഏരിയ കമ്മിറ്റി അംഗം വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു.